അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 10 ചൊവ്വാഴ്ച. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ചേ തീരൂ എന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും അറിയിച്ചിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രം പകപോക്കൽ നടപടി തുടരുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം സ്മാർട്ട് സിറ്റി പദ്ധതി നിന്നുപോകില്ലെന്നും ടീകോമിന് നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞുവിടലല്ല ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്രം ഒളിച്ചോടുകയാണെന്നും കേരളം കണക്ക് നൽകാത്തതുകൊണ്ടാണ് കേന്ദ്രം സഹായം അനുവദിക്കാത്തത് എന്ന വാദം തെറ്റാണെന്നും അമിത്ഷാ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൊടുന്യായം പറഞ്ഞ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്നും കൂടുതൽ വിനിയോഗ സാധ്യതയുള്ള അധിക സഹായമാണ് വയനാടിന് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഞ്ജയ് മൽഹോത്രയെ റിസർവ് ബാങ്ക് ഗവർണറായി നിയമിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. രാജസ്ഥാൻ കേഡറിലെ 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് മൽഹോത്ര. നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സഞ്ജയ് മൽഹോത്രയെ നിയമിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ റവന്യൂ സെക്രട്ടറിയാണ് സഞ്ജയ് മൽഹോത്ര. 3 വർഷത്തേക്കാണ് നിയമനം. മുനമ്പം വിഷയത്തിൽ പരസ്യ പ്രസ്താവനയ്ക്ക് വിലക്കേർപ്പെടുത്തി മുസ്ലിം ലീഗ് നേതൃത്വം. KM ഷാജിക്ക് പിന്നാലെ ET മുഹമ്മദ് ബഷീറും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന വാദവുമായി രംഗത്ത് വന്നതോടെയാണ് ലീഗിന്റെ വിലക്ക്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പാണക്കാട് തങ്ങൾ ഇടപെട്ടത് ചൂണ്ടിക്കാട്ടി KM ഷാജി തന്റെ വാദം ആവർത്തിക്കുകയും ET മുഹമ്മദ് ബഷീർ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. ഇതോടെയാണ് ലീഗ് നേതൃത്വം ആദ്യം ഈ നേതാക്കൾ പറഞ്ഞത് കാര്യമാക്കേണ്ടതില്ലെന്നും പിന്നീട് പരസ്യ പ്രസ്താവനകൾ വിലക്കുന്നതായും അറിയിച്ചത്. സമസ്തയിൽ 2 വിഭാഗമില്ലെന്നും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ലെന്നും സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മലപ്പുറത്ത് വെച്ച് നടന്ന ലീഗ് സമസ്ത സമവായ ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ സംയുക്തമായി മാധ്യമങ്ങളെ കാണുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കാതെയാണ് ചർച്ച അവസാനിച്ചത്. കേരളത്തിൽ വൻ മുന്നേറ്റത്തിനൊരുങ്ങി BJP. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60 സീറ്റുകളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനും 250 പഞ്ചായത്തുകളും പിടിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകാനാണ് കൊച്ചിയിൽ ഇന്നലെ ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം. ഈ വിജയങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് 31 ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ കോർ കമ്മിറ്റി തീരുമാനിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. 10 ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ തിരിച്ചാണ് ഓരോ ജില്ല ആക്കുക. 5 ജില്ലകൾക്ക് 3 ജില്ലാ പ്രസിഡന്റുമാർ വീതമുണ്ടാകും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകൾക്കാണ് 3 ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കുക. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതിയിൽ മാറ്റം വരുത്തുന്നത് പരിഗണനയിലാണെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു. ലേണേഴ്സ് കഴിഞ്ഞ് 6 മാസം മുതൽ 1 വർഷം വരെ പ്രൊബേഷൻ സമയമായി കണക്കാക്കും. ഈ സമയത്ത് അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥ ലൈസൻസ് നൽകും. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതി പരിഷ്കരിക്കുന്നത് പരിഗണനയിലാണെന്ന് CH നാഗരാജു പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ വീടും ഉറ്റവരും പിന്നീടുണ്ടായ അപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടപ്പെട്ട ശ്രുതി ജോലിയിൽ പ്രവേശിച്ച വാർത്ത പങ്കുവച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആരും ഒറ്റപ്പെട്ടു പോകരുത് എന്ന കരുതലാണ് അതിജീവനത്തിന്റെ ഉന്നതമായ മാതൃകകൾ തീർക്കുന്നതെന്നും ശ്രുതി ഒരിടത്തും ഒറ്റപ്പെട്ടു പോകില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയതാണെന്നും ശ്രുതി ജോലിയിൽ പ്രവേശിച്ചതോടെ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ നൃത്താവിഷ്കാരം പഠിപ്പിക്കാൻ പ്രമുഖ നടി 5 ലക്ഷം ചോദിച്ചെന്ന പ്രസ്താവന പിൻവലിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവ സമയത്ത് അനാവശ്യ വിവാദങ്ങൾ വേണ്ടെന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വെഞ്ഞാറമൂടിൽ നടത്തിയ പ്രസ്താവന പിൻവലിക്കുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. 63ാമത് കേരള സ്കൂൾ കലോത്സവം 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വേദികളിൽ വെച്ച് നടത്തും. ഈ വർഷം കേരള സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി ഗോത്ര നൃത്ത വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.
2023 JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജി എൻ കരുണിന്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന JC ഡാനിയൽ അവാർഡ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വാർത്താക്കുറിപ്പിലൂടെയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കായംകുളത്ത് CPM വിട്ട് BJPയിൽ ചേർന്ന കരിയിലക്കുളങ്ങര മാളിയക്കൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന രാജൻ കളത്തിൽ വീണ്ടും CPMൽ. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ ഇദ്ദേഹത്തെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചിരുന്നു. തെറ്റിദ്ധാരണയുടെ പുറത്താണ് BJPയിൽ ചേർന്നതെന്നും ഇനി CPMൽ തന്നെ സജീവമായി ഉണ്ടാകുമെന്നും രാജൻ പറഞ്ഞു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ നടപടി. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റി. കേസിൽ പ്രതികളായ 3 വിദ്യാർത്ഥിനികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സീതത്തോട് കോളേജ് പ്രിൻസിപ്പലായിരുന്ന തുഷാരയെ ചുട്ടിപ്പാറയിലേക്ക് മാറ്റി നിയമിച്ചിട്ടുണ്ട്. പ്രതികളായ 3 വിദ്യാർത്ഥിനികൾ കേസിൽ ജാമ്യത്തിലാണ്. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകനെതിരെ പോലീസിൽ പരാതി നൽകി കുടുംബം. പ്രൊഫസർ സജി കേസിലെ പ്രതികളായ വിദ്യാർത്ഥിനികൾക്കൊപ്പം ചേർന്ന് അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് ആരോപണം. ഹോസ്റ്റൽ മുറിയിൽ അമ്മു എഴുതിവച്ചിരുന്ന കുറിപ്പും കുടുംബം പുറത്തുവിട്ടു. ഹോസ്റ്റലിലെ അമ്മുവിന്റെ വസ്തുവകകളിൽ നിന്നും കിട്ടിയ കുറിപ്പാണ് കുടുംബം പുറത്തുവിട്ടത്. അസ്വാഭാവിക ലൈംഗിക പീഡന കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് എതിരെയുള്ള തുടർ നടപടി കോടതി സ്റ്റേ ചെയ്തു. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിൽ കേസ് തീർപ്പാവുന്നതുവരെ തുടർ നടപടി പാടില്ലെന്നാണ് കോടതിയുടെ ഉത്തരവ്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജിത്ത് നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ICDS സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരിൽ നിന്നും SSLCയും 10 വർഷം പ്രവൃത്തി പരിചയവും ഉള്ളവർക്കായുള്ള 29% ക്വാട്ടയിൽ അധിക യോഗ്യതയുള്ളവരെ ഒഴിവാക്കണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കേസിൽ തൽസ്ഥിതി തുടരാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കേരള ഹൈക്കോടതി ഉത്തരവിന് എതിരായ ഹർജിയിലാണ് നോട്ടീസ്. 1991 ആരാധനാലയ നിയമം റദ്ദാക്കുന്നതിനെതിരെ CPM സുപ്രീംകോടതിയെ സമീപിച്ചു. ആരാധനാലയ നിയമം ഇന്ത്യയുടെ മതേതര അടിത്തറ സംരക്ഷിക്കുന്നതാണെന്നാണ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത കക്ഷിചേരൽ അപേക്ഷയിൽ CPM ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നടൻ ദിലീപിന്റെ ശബരിമലയിലെ VIP ദർശന വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സോപാനം സ്പെഷ്യൽ ഓഫീസർ. മനഃപൂർവ്വമല്ലാത്ത പിഴവ് സംഭവിച്ചുവെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും കൂട്ടിച്ചേർത്തു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സംവരണം മത അടിസ്ഥാനത്തിലാകരുതെന്ന് സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീംകോടതി. 2010 ശേഷം ബംഗാളിൽ തയ്യാറാക്കിയ OBC പട്ടിക റദ്ദാക്കിയ കൊൽക്കത്ത ഹൈക്കോടതി വിധിക്ക് എതിരായ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. മുംബൈയിലെ കുർളയിൽ ബസ് വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ മരിച്ചു. 29 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 9:50ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. ബസിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മണിപ്പൂർ കലാപത്തിൽ കത്തിച്ചതും കൊള്ളയടിക്കപ്പെട്ടതുമായ സ്വത്തുക്കളുടെ സ്ഥിതിവിവരക്കണക്കും പ്രതികൾക്കെതിരെ സ്വീകരിച്ച നടപടികളും വിശദീകരിക്കാൻ മണിപ്പൂർ സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. അക്രമം തടയുന്നതിനും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുക്കുന്നതിനുമാണ് സംസ്ഥാനത്തിന്റെ പ്രഥമ പരിഗണനയെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം സമവായത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ഇതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് വിവിധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ കലൈഞ്ചർ മകളിർ ഉരിമൈ തോഗൈ പദ്ധതിയിൽ നിന്ന് 1.27 ലക്ഷം സ്ത്രീകൾ പുറത്തായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ആരംഭിച്ച പദ്ധതിയിൽ സ്ത്രീകൾക്ക് മാസം തോറും 1000 രൂപ വീതം ധനസഹായമാണ് ലഭിച്ചിരുന്നത്. ഏറിയ പങ്കും ഗുണഭോക്താക്കൾ പുറത്തായത് മരണത്തെ തുടർന്നാണെന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് വിശദമാക്കുന്നത്. ഒഡീഷയിലെ ബാലിഗുഡയിലെ 252 അംഗനവാടികളിൽ വിതരണം ചെയ്തത് പുഴുക്കളും ക്ഷുദ്രജീവികളും ഓടി നടക്കുന്ന ഗോതമ്പും ചത്വ മാവും. പ്രത്യേക പോഷകാഹാര പദ്ധതിയുടെ കീഴിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ പോരായ്മകളെക്കുറിച്ച്
പരാതി പതിവാകുമ്പോഴാണ് ഒരു മാറ്റവുമില്ലാതെ ഉപയോഗിക്കാനാവാത്ത ഉൽപ്പന്നങ്ങൾ അംഗനവാടികളിലേക്ക് വീണ്ടും എത്തുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാൻ സാധ്യത. ബില്ലിൽ സമവായമുണ്ടാക്കാൻ സർക്കാർ തയ്യാറാണെന്നും വിശദമായ ചർച്ചകൾക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്കോ ജെപിസിക്കോ അയക്കാമെന്നും സർക്കാർ സമ്മതിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുമായി ജെപിസി ചർച്ച നടത്തും. പശ്ചിമ ബംഗാളിൽ ഗവർണർ മുഖ്യമന്ത്രി സംഘർഷത്തിന് മഞ്ഞുരുക്കം. ഒരിടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മമതാ ബാനർജി തിങ്കളാഴ്ച വൈകുന്നേരം രാജ്ഭവനിലെത്തി 3/4 മണിക്കൂറോളം ഗവർണർ ഡോക്ടർ CV ആനന്ദബോസുമായി സൌഹൃദ സംഭാഷണം നടത്തി. സംഭാഷണ വിഷയം ഇരുവരും വെളിപ്പെടുത്തിയില്ലെങ്കിലും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നതിന്റെ സൂചനകൾ പ്രകടമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. യുഎസിലെ പ്രമുഖ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയായ യുണൈറ്റഡ് ഹെൽത്തിന്റെ യൂണിറ്റ് സിഇഒ ബ്രയൻ തോംസണിന്റെ കൊലയാളി എന്ന് സംശയിക്കുന്ന ആൾ പിടിയിൽ. 26-കാരനായ ലൂയി ജി മാഞ്ചിയോണി എന്നയാളെയാണ് പെൻസിൽവാനിയയിലെ ആൾട്ടോണ എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ചതായി കരുതുന്ന തോക്കും വ്യാജരേഖകളും കണ്ടെടുത്തു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിർണായകമായ 12ാം റൌണ്ട് മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷിനെ പരാജയപ്പെടുത്തി ചൈനയുടെ ഡെങ് ലിറൻ. ഇതോടെ ഇരുവരും പോയിന്റിൽ 6-6 എന്ന നിലയിൽ ഒപ്പത്തിനൊപ്പമെത്തി. ഞായറാഴ്ച നടന്ന 11ാം റൌണ്ട് മത്സരത്തിൽ ചൈനയുടെ ഡെങ് ലിറനെതിരെ നിർണായക ജയം ഗുഗേഷ് സ്വന്തമാക്കിയിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.